പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സ്, അൾത്താര ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുക. നമ്മൾ ആഗമന കാലത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിലാണ്. നമ്മൾ ഈശോയുടെ പിറവിത്തിരുനാളിന് ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് ഒരു ക്രിസ്മസ് സമ്മാനം നമുക്ക് ചോദിക്കാം. ഇന്നെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അവൻ ദൂരെയാണ്, അതുകൊണ്ട് ചിലവുണ്ടെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് തരാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. നമ്മൾ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോട് ബർത്ത്ഡേ ആണല്ലോ, അപ്പം ചിലവുണ്ട്, എനിക്കെന്തേലും ചിലവ് തരണം എന്ന് നമ്മൾ പറയും. അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ഇൻറ്റിമസി ഉള്ളപ്പോഴാണ്. ഒരു അത്ര അടുപ്പമില്ലാത്തൊരു ഫ്രണ്ടിനോട് പോയിട്ട് അല്ലെങ്കിൽ ഒരാളോട് പോയിട്ട് ബർത്ത്ഡേക്ക് നമ്മൾ ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം, പിറവി, ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ചോദിക്കാം, ഈശോയെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമേ. അത് നിസ്സാരമായ കാര്യങ്ങളൊന്നും പറയണ്ട, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന എന്തോരം കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മുടെ കഴിവിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കഴിവിൽ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ നല്ലൊരു വിവാഹം, നല്ലൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ളൊരാഗ്രഹം, ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം, വീട് പണി, കടബാധ്യത മാറണം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിയ വിഷയങ്ങൾ, കുറേ നാളുകളായിട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ. ഈ 2024 ക്രിസ്മസിന് ഈശോയെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണം. എത്ര നാളായി കർത്താവെ ഞങ്ങൾ നിൻ്റെ പുറകെ നടക്കുന്നു, തരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ പുറകെ നടക്കുമ്പോഴും നമ്മുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. പുറകെ നടന്ന ഒരാൾ, കുരിശിൻ്റെ വഴിയിലൊക്കെ തമ്പുരാൻ്റെ കൂടെ നടന്ന പരിശുദ്ധമ്മ നമ്മളെ പ്രത്യേകം സഹായിക്കും. പരിശുദ്ധമ്മയെയും കൂട്ടുപിടിക്കാം. നമ്മളെ മധ്യസ്ഥ ശക്തി കൊണ്ടും നമ്മൾ ചിലപ്പോൾ വിശ്വാസത്തിലൊക്കെ വീണു പോയാലും ക്ഷയിച്ചു പോയാലും നമ്മളെ പിടിച്ചുയർത്താൻ വിശ്വാസത്തിൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്നും നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ, സ്വർഗീയ ഭിഷഗ്വരൻ്റെ ആശ്വാസമരുളുന്ന സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങൾ ബലഹീനതകളാൽ പരിക്ഷീണിതരാകാതിരിക്കുവാൻ ദയാപൂർവം അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും, ആരോടെനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ. ആരാണിവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഇതാ കർത്താവ് വരുന്നു. അവിടുത്തെ എതിരേൽക്കാൻ ഒരുങ്ങിയവർ അനുഗ്രഹീതരാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂ, ഹല്ലേലൂയ, ഹല്ലേലൂ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുപോലെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്ന, ഇന്നത്തെ സുവിശേഷം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നടന്ന് വിഷമിപ്പിക്കുമ്പോൾ, ചിലപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോലും ഒത്തിരി നടക്കാനുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, കുറേ നടന്ന് വിഷമിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് പറയും, അമ്മ ഒന്ന് എടുക്കമ്മ എന്ന് പറയും, എന്നൊന്ന് എടുക്കമ്മ. ചിലപ്പോൾ അമ്മയോ അപ്പനോ അവർ മുതിർന്നവരായതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയേക്കും. ചിലപ്പോൾ അവരും ക്ഷീണിച്ചിട്ടുണ്ടാകാം നടന്ന്, എന്നാലും അവരെടുക്കും. ഇന്നത്തെ ഒന്നാം വായനയിൽ യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായമാണ്. അതിൽ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്, അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. 40:28 അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഇതാണിത്. ഈ കാര്യം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഈശോയുടെ സഹനങ്ങൾ എത്രയോ ഘോരമാണ്. എന്നിട്ടും ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് നമ്മുടേത് കൂടി ഏറ്റെടുക്കാൻ സാധിക്കും എന്ന്. യഥാർത്ഥത്തിൽ ഈശോയുടെ എല്ലാ മുറിവുകളും വേദനകളും എല്ലാം നമുക്ക് ഉപകാരമാണ്. ഇപ്പോൾ ചിലപ്പോൾ ആലപ്പുഴ രൂപത എന്നൊരു അച്ഛനുണ്ട്, അങ്ങനെ ആ ഭാഗത്തും തെക്കെന്നൊക്കെ വരുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ പാലക്കാട് കർത്താവിൻ്റെ ഈ പാസ്ക് രൂപം വെച്ചുള്ള ശുശ്രൂഷകളൊക്കെ കുറവാണ്, പീഡാനുഭവ സ്വരൂപം. ഇപ്പോൾ തെക്കോട്ടൊക്കെ കുറേ ഉണ്ട്, എറണാകുളം ജില്ലയിലുണ്ട് കർത്താവിൻ്റെ പാസ്ക് രൂപം. ഈ കർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് പോലും, ആ രൂപം പോലും നമ്മളിപ്പോൾ രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയാണത് ദൈവത്തോട്. ചിലപ്പോൾ ഒരു നടുവേദന വന്ന് കിടന്ന കിടപ്പാണെങ്കിൽ, ഈശോയെ നിൻ്റെ വേദന എനിക്കൊരു ശക്തിയാക്കി മാറ്റിത്തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈശോയുടെ മുറിവുകൾ നമുക്ക് ഉപകാരമാണ്. കാരണം എന്താണ് ഈശോ ചുമന്നത്? ഈശോയുടെ മുറിവുകൾ, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്.
അത് യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അപ്പോൾ ഈശോയുടെ കുരിശ് പോലും നമ്മുടെ വേദനയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണല്ലോ ജപമാല. അത് ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്, മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്. നിങ്ങൾക്ക് ജപമാല മണികൾ കയ്യിലില്ലെങ്കിലും എണ്ണം തെറ്റാതെ ചൊല്ലാൻ പറ്റുന്ന ഈശോയുടെ 10 മുറിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ്. ഈശോയുടെ തിരുശിരസിലെ മുറിവ്, പിന്നെ താഴേക്ക് വരുമ്പോൾ ഈശോയുടെ തിരുമുഖത്തിലെ മുറിവ്. എങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയമയ്ക്ക് മുൻപ് ഈശോയുടെ തിരുശിരസിലെ മുറിവ്, രണ്ടാമത്തെ ഈശോയുടെ തിരുമുഖത്തിലെ മുറിവ്, മൂന്നാമത്തേത് ഈശോയുടെ തിരുത്തോളിലെ മുറിവ്, നാലാമത്തേത് ഈശോയുടെ തിരുവിലാവിലെ മുറിവ്, 5ഉം 6ഉം ഈശോയുടെ ഇടതും വലതും കൈപ്പത്തികളിലെ മുറിവ്, 7ഉം 8ഉം ഈശോയുടെ കാൽമുട്ടുകളിലെ മുറിവ്, ഇടതും വലതും, 9ഉം 10ഉം ഈശോയുടെ കാൽപാദങ്ങളിലെ മുറിവ്. എണ്ണം തെറ്റാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഈശോയുടെ സഹനങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ മുറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ചില ജെർട്രൂഡ് പോലെയുള്ള വിശുദ്ധർ പറയുന്നത് ഈശോയുടെ തിരുത്തോളിലെ മുറിവാണ് ഏറ്റവും വലിയ മുറിവെന്നാണ് പറയുന്നത്. കാരണം ഈ കുരിശ് ചുമന്നിട്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇവിടെ മുട്ടിന് നിരങ്ങിയാൽ പോലും ഒരു 1.5 മണിക്കൂർ നിരങ്ങിക്കഴിയുമ്പോൾ മുട്ടിലെ തൊലി പോവും. അപ്പോൾ ഈശോയുടെ തോളിൽ കുരിശിങ്ങനെ വെച്ച് നടന്ന് 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 അതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഏറ്റവും ആഴമുള്ള മുറിവായി മാറിയത് ഈശോയുടെ തിരുത്തോളിലെ മുറിവാണെന്ന് പറയുകയാണ്, ഭാരം ചുമന്ന്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്. കടബാധ്യത ഉണ്ടെങ്കിൽ, വീണിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനി എങ്ങനെ തീർക്കും ഈ ജീവിതം എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ, ഈശോയെ എനിക്ക് പറ്റണില്ല കർത്താവേ, എൻ്റെ ഭാരം ഇനി ചുമന്ന് തീർക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഈശോയെ, നിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ഭാരം ചുമന്ന് എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. കാരണം ഈശോ മുട്ടും കുത്തി വീണു. എത്ര തവണ വീണു? കുരിശിൻ്റെ വഴിയിൽ നമ്മൾ 3 തവണയാണ് ധ്യാനിക്കുന്നത്. അതിൽ കൂടുതൽ തവണ ഈശോ വീണിട്ടുണ്ട്. എന്നിട്ടും ഈശോ ആ വീഴ്ചകൾ ഉണ്ടായിട്ടും കാൽവരി യാത്ര പൂർത്തീകരിച്ചു. നമുക്കിപ്പോഴും സംശയമാണ്, ഞാനിത് ജീവിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊരു സംശയം പലപ്പോഴും നമുക്ക് തോന്നാം. പക്ഷേ ഈശോ ആ കാൽവരി യാത്ര നടന്ന് പൂർത്തിയാക്കി. എന്തൊരു ശക്തിയാണ് ഈശോയ്ക്ക്, എന്തൊരു ശക്തിയാണ് ഈശോ. അപ്പോൾ ഈശോയോട് നമുക്കത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത്, ഇങ്ങോട്ട് താ മക്കളെ, ഞാൻ ചുമന്ന് സഹായിച്ചോളാം, ഞാൻ നിങ്ങളുടെ ഭാരമൊക്കെ ചുമന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചോളാം എന്ന് ഈശോ പറയുന്ന പോലെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-29 വാക്യം, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്രേ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ഈശോയുടെ ശക്തിയാണ് നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എത്രയോ സുന്ദരമാണ്. ഇനി ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഈശോ, നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരിക, മാനസിക ബുദ്ധിമുട്ടുണ്ടാകുക, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈശോയുടെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥന പോലും നമുക്ക് അനുഗ്രഹമാണ്. എന്തൊരു മനക്കരുത്താണ് ഈശോയ്ക്ക്, എന്തൊരു ഉൾബലമാണ് ഈശോയ്ക്ക്, എന്തൊരു ആത്മശക്തിയാണ് ഈശോയ്ക്ക്. നമ്മളാണെങ്കിൽ അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഈശോ സർവൈവ് ചെയ്തു ആ സിറ്റുവേഷൻ. അപ്പം ഈശോയുടെ മനോബലം നമുക്ക് ശക്തിയാണ്. ഈശോയെ, അങ്ങേക്കുണ്ടായിരുന്ന ആ ആത്മശക്തി എനിക്ക് തരണമേ, അത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി ഈശോയുടെ ഒരു മുറിവ്, ഈ തിരുശിരസിലെ മുറിവുണ്ടല്ലോ, ഓരോ മുൾമുടിയുടെ ഓരോ മുള്ളുകളും തറഞ്ഞു കയറി ഉണ്ടായ മുറിവുകൾ, തലയ്ക്ക് ചുറ്റും ശിരസിന് ചുറ്റും മുറിവുകൾ, ആ മുറിവിൽ നിന്നൊഴുകിയ രക്തം, അവിടെ ഈശോ സഹിച്ച വേദന. നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാവുന്ന 3 കാര്യങ്ങളാണ്: മുറിവ്, രക്തം, വേദന. മുറിവ്, രക്തം. ഈശോയെ, അങ്ങയുടെ മുറിവ്, രക്തം, വേദന എനിക്ക് സൗഖ്യമാക്കി തരണേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾച്ചേർക്കാവുന്നൊരു കാര്യമാണ്. ഈശോയെ, അങ്ങയുടെ ശരീരത്തിലെ മുറിവ്, രക്തം, വേദന. മുട്ടുകുത്താൻ പറ്റാത്തവർക്ക് മുട്ടും കുത്തി വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് നടന്ന കർത്താവേ,
അങ്ങയുടെ കാലുകൾക്ക് കിട്ടിയ അതേ ശക്തി എൻ്റെ കാലുകൾക്ക് തരണമേ. പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? ഈശോയുടെ സകലതും പ്രാർത്ഥിക്കുക. ഇനി മദ്യം കഴിച്ച് ചിലപ്പോൾ ഉള്ളിൽ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയോ എന്ന് ആകുലതയുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഞങ്ങളുടെ തിരുരക്തത്താൽ എൻ്റെ ആന്തരിക അവയവങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇല്ല, 4-ാം സ്റ്റേജിലും 3-ാം സ്റ്റേജിലൊക്കെ ചില ക്യാൻസറൊക്കെ തിരിച്ചറിയുന്നത് ഒരു രോഗമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി മാനസിക മുറിവുകളുണ്ടെങ്കിൽ ഈശോയെ, ഇന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് കരുതുക. ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, എല്ലാ ദിവസവും നെഗറ്റീവായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മൾ വലിയൊരു നെഗറ്റീവായിട്ട് മാറും. അത് പരിഹരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും, എല്ലാ മുറിവുകളെയും, എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? എല്ലാ സായാഹ്നങ്ങളിലും എല്ലാ പ്രഭാതത്തിലും ഓരോ ദിവസവും പോസിറ്റീവ് എനർജിയോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈശോയുടെ ഓരോ മുറിവും നമുക്ക് അനുഗ്രഹമാണ്. യെശയ്യാ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈശോയുടെ മുറിവെല്ലാം നമുക്ക് അനുഗ്രഹം. ഇനി ഈശോയിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈശോയുടെ ശാന്തത, ഹൃദയശാന്തതയും വിനീത ഹൃദയവും. അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയ സുഹൃത ജപം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. നമ്മളത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ. കോപിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാണ്, ഭയങ്കര ദേഷ്യമാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. ശരിക്കും ദേഷ്യപ്പെടുന്നത് നല്ലതാണ്. ദേഷ്യപ്പെടുന്നത് നല്ലതാണ്. ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ് എല്ലാം പുറത്തേക്ക് വരുന്നതാണ്. ഒരു അമ്മ മരിച്ചു, മകൾ തൊട്ടടുത്ത് നിന്ന് കരയുന്നില്ല. നമ്മളെന്ത് പറയും? അവളൊന്ന് പൊട്ടിക്കരഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയും. കാരണം അവളുടെ ഉള്ളിൽ ആ വേദന കിടന്ന് ഡിപ്രഷൻ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് ഒരേ സമയം ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പം ദേഷ്യം കൺട്രോൾ ചെയ്ത് പഠിക്കണം. ഒരേപോലെയുള്ള സിറ്റുവേഷൻസ് കുടുംബത്തിൽ സംഭവിക്കാം. അപ്പം കുറച്ചൊക്കെ പഠിച്ച് വരണം. കാരണം ദേഷ്യം അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയുടെ ഹൃദയശാന്തത എനിക്ക് തരണമേ. സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്ത് നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത് എന്നാണ് വചനം പറയുക. എഫേസ്യർ 4:27, 26-27 വചനം. അപ്പോൾ ഈ ഒരു മേഖല നമുക്ക് ഈശോയോട് അതും പ്രാർത്ഥിക്കാവുന്നതാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ക്രിസ്മസ് സമ്മാനം ചോദിച്ച് മുന്നോട്ട് പോകുന്ന ഈ നാളുകളിൽ നമ്മളെ തന്നെ ശരിയാക്കിയെടുക്കാനും ബാഹ്യമായ സൗഖ്യം കിട്ടാനും ആന്തരികമായ സൗഖ്യം കിട്ടാനും ഈശോ തന്നെ ഏക വഴി. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ആമേൻ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും
നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നീ സ്വാന്തനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാംവിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണപ്പെടുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ.
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാരാജ് മിത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരുടെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളങ്ങ് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു.
തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവിടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.